എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. കാർത്തിക നക്ഷത്രക്കാർക്ക് മാർച്ച് 2026 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് 2026 Seven of Pentacles, Two of Swords, Temperance energy, Lovers, Six of Wands, Eight of Wands. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ഒത്തിരി സാധ്യതകളാണ്. 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ. നിങ്ങളുടെ ഇത് പിന്നെ നിങ്ങൾ ഈ ഒരു മാസത്തിൽ ഒത്തിരി നാളുകളായിട്ട് കാത്തിരുന്ന കാര്യം അല്ലെങ്കിൽ റിസൾട്ട് വെയിറ്റ് ചെയ്ത കാര്യം അതിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച റിസൾട്ട് തന്നെ ലഭിക്കുന്നു എന്ന് പറയാം. സാമ്പത്തിക കാര്യത്തിന് നിങ്ങൾ എന്തെങ്കിലും എഫേർട്ട് എടുത്തിപ്പോൾ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ വിചാരിച്ച പോലെ എത്തിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം വിചാരിച്ച ലെവലിൽ ഇതുവരെ എത്തിയിട്ടില്ലായിരുന്നു എങ്കിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വിചാരിച്ച രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് വരുന്നു എന്നുള്ളത്. അപ്പോൾ പിന്നെ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എബിലിറ്റീസ്, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ നാച്ചുറൽ എബിലിറ്റീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചറിയാണ് എന്നുള്ളതാണ്. മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് പോകാനുള്ള പ്രത്യേക ഒരു കഴിവ്, പൊളിറ്റിക്കലി നിങ്ങൾ വളരെ ആക്റ്റീവാണ് എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഓൾറെഡി ഉള്ള ഒരാളാണെങ്കിൽ രാഷ്ട്രീയത്തിൽ ഒത്തിരി ഉയരത്തിലേക്ക് പോകാനുള്ള സാധ്യത ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഹ്യൂമാനിറ്റേറിയൻ അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിൽ നിൽക്കുന്നില്ല എങ്കിൽ കൂടി ഹ്യൂമാനിറ്റേറിയൻ കോസസിന് വേണ്ടിയിട്ട് മാനുഷിക പരിഗണനയ്ക്ക് മായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തികൾ, സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പൊളിറ്റിക്സ്, അത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടല്ലാതെയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ആ രീതിയിൽ സംഘടന ഭാഗമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ നിങ്ങളെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു ഇതിലേക്ക് നിങ്ങൾ ഇറങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒന്ന്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായിട്ടൊന്ന് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഹേർട്ട്, ബോൺസ്, അതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ പല്ല്, എല്ല് പോലുള്ള കാര്യങ്ങളിലും ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ ഭക്ഷണങ്ങൾ അത് അങ്ങനെയുള്ള ഭാഗങ്ങൾക്ക് ആരോഗ്യം കൊടുക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ വരുത്താനും ഭക്ഷണത്തിൽ അങ്ങനെയുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്താനും ഒക്കെയുള്ള കാര്യമൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ ആരോഗ്യപരമായിട്ടും നല്ല രീതി തന്നെയാണ് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ 2 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ് ഇത്. ഈ ഒരു തീരുമാനം എന്ന് വെച്ചാൽ നിങ്ങളുടെ എന്താ പറയുക, ഒരു ചേഞ്ചാണ്, ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്. ഈ ഒരു തീരുമാനം നിങ്ങളെടുക്കുന്ന ഈ തീരുമാനം എനിക്ക് കൂടുതലായിട്ട് ഇത് ആരോഗ്യ സംബന്ധമായിട്ടാണ് കാണിക്കുന്നത്. എന്നിരുന്നാലും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ലൈഫിൽ മൊത്തത്തിലൊരു നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നുള്ള രീതിയിൽ പറയാം. ഒരു ലോങ് ടേം ഹെൽത്ത് സംബന്ധിച്ച് അതിന് വേണ്ടുന്ന ഒരു ലൈഫ് സ്റ്റൈലോ കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ എത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ലൈഫിൽ നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുക. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നു എന്നുള്ളത്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തെ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ എന്തൊരു ഭാഷ പഠിക്കുക, ചിലപ്പോൾ വിദേശത്തേക്ക് പോകുന്നതായിരിക്കും. ഇപ്പോൾ ജർമ്മനോ ഫ്രഞ്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദേശ ഭാഷ പഠിച്ച് വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള പ്രിപ്പറേഷൻ കാണിക്കുന്നുണ്ട് ഇവിടെ. എന്തായാലും ഇനി ഓൾറെഡി വിദേശത്തുള്ള ആളാണെങ്കിൽ നിങ്ങൾ വിദേശ ഭാഷയൊക്കെ പഠിച്ച് നല്ല രീതിയിൽ ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു ഫോറിൻ ലാൻഡിലേക്ക് പോകുന്നതായിട്ട് ബന്ധപ്പെടുത്തിയ തീരുമാനവും ആവാം, അതായത് വിദേശത്തേക്ക് പോകുന്നതായിട്ട് ബന്ധപ്പെടുത്തിയ തീരുമാനം നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ എന്താ പറയുക. പിന്നെ മരണവും അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യം, അതായത് ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പോൾ ഒത്തിരി നാളുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോഴായിരിക്കും അറിയുന്ന ആ വ്യക്തിയുടെ എന്തെങ്കിലും വസ്തുവകളോ കാര്യങ്ങളോ നിങ്ങൾക്കാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലേക്കാണ് എന്നുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഈ മാസത്തിൽ മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയിലാവും. അപ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇൻഹെറിറ്റൻസോ കാര്യങ്ങളോ, അപ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഡിസിഷനും ആവാം നിങ്ങളിവിടെ ഈ ഒരു മാസത്തിൽ എടുക്കുന്നത്.
എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ടെമ്പറൻസ് എനർജിയാണ്. അപ്പോൾ ലൈഫിലൊരു ബാലൻസ്, ജീവിതത്തിൽ ബാലൻസ് വളരെ പ്രധാനമാണ്. കാരണം ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും, ഇപ്പോൾ കരിയറിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തിടയ്ക്ക് വിവാഹം കഴിഞ്ഞിട്ടുള്ളവർ, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളായതോ ആവും, പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കണോ അല്ലെങ്കിൽ പ്രഗ്നൻസി എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു കുടുംബം സ്റ്റാർട്ട് ചെയ്യണോ, ഇങ്ങനെയുള്ള ചിന്തയുണ്ട്. രണ്ടും ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ ലൈഫിൻ്റെ ബാലൻസിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത, കുടുംബം, കുട്ടികൾ എന്നുള്ളൊരു കാര്യം, ആ പ്രാരബ്ധങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനും ആവും. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് ഒരു ബാലൻസിലേക്ക് പോകുന്ന ഒരു സാധ്യതയുണ്ട്. പിന്നെ വർക്ക്, ചില ആളുകൾ വർക്കിൽ നിൽക്കുമ്പോൾ വർക്കും പിന്നെ വീടും എല്ലാം ഒരേപോലെ ഒരുമിച്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനും ചിന്തയൊക്കെ പൊതുവെ നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വർക്ക് കാര്യങ്ങൾ, അതേപോലെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും കുടുംബ അന്തരീക്ഷം, ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതി തന്നെയാണ്. അങ്ങനെയുള്ളൊരു ഭയമൊക്കെ കാരണങ്ങൾ കൊണ്ട് പലതും നിങ്ങൾ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കും. ചില ആൾ വിവാഹം വേണ്ടെന്ന് വെക്കുന്നുണ്ടാവും, അതൊരു ബാധ്യതയായിട്ട് കാണുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, പക്ഷേ അതിലേക്ക് ചുവട് വയ്ക്കാൻ നിങ്ങൾക്ക് ഭയമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചിന്തയൊക്കെ ആണെങ്കിൽ, താല്പര്യമില്ലാത്തവർ ഓക്കെ, താല്പര്യമില്ല, അത് അവിടെ തീർന്ന കാര്യമാണ്. പക്ഷെ അതിൽ താല്പര്യമുണ്ട്, എന്നിരുന്നാലും ഭയം കൊണ്ടിട്ട് അതിലേക്ക് പോകുന്നില്ല എന്നുള്ളൊരു ചിന്തയാണെങ്കിൽ ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ അങ്ങനെയുള്ളൊരു ഇതിലേക്ക് ലൈഫിൽ രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എനർജിയാണ്. പിന്നെ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് IVF അല്ലെങ്കിൽ പ്രഗ്നൻസി എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, ഇപ്പോൾ നാച്ചുറലായിട്ടുള്ള രീതിയിലല്ലാതെ വന്നിട്ടുള്ളവരാണെങ്കിൽ ഒത്തിരി ഭയം ഉള്ളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ളൊരു ഭയമാണ്. കാര്യങ്ങൾ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രഗ്നൻസി സിറ്റുവേഷനാണ് മുമ്പോട്ടേക്ക് കാണിക്കുന്നത്. പിന്നെ ലവേഴ്സ് എനർജിയാണ്. വിവാഹം കാര്യങ്ങളൊക്കെ, വിവാഹം സാധ്യതകളൊക്കെ ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. വിവാഹത്തിന് വേണ്ടുന്ന അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ മനസ്സിൽ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു വ്യക്തിയെ കിട്ടും, അല്ലെങ്കിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അതും അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ സ്പിരിച്വാലിറ്റിയും അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ ആ ഒരു വ്യക്തി അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള രീതിയിൽ സ്പിരിച്വലി കുറച്ച് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം നിങ്ങൾ കുറച്ച് ഇമോഷണലാണ്, ഇപ്പോൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഒരു ആ ഒരു ചിന്തകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതൽ അടുക്കുകയും കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പീസ്ഫുള്ളായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും പൊതുവേ നിങ്ങളായിട്ട് സൃഷ്ടിച്ചെടുക്കുന്ന ടെൻഷൻസ് ഒഴിച്ച്. കാരണം ഇപ്പോഴത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ക്രിയേറ്റ് എ ഹാപ്പിയർ ആൻഡ് പീസ്ഫിൽഡ് ലൈഫ്. സന്തോഷവും സമാധാനമുള്ളൊരു ജീവിതം നിങ്ങൾക്ക് സൃഷ്ടിക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത ടെൻഷൻസ് ഉണ്ട്, അത് ഒഴിവാക്കാൻ ആത്മീയത അല്ലെങ്കിൽ ദൈവികത, അത് ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ പോവുക, ഇതൊക്കെ നിങ്ങൾക്ക് സഹായകരമായിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ചുറ്റിനും നെഗറ്റിവിറ്റീസ് ഒന്നുമില്ല, നിങ്ങളായിട്ട് ചിന്തിച്ച് കൂട്ടിയെടുക്കുന്ന നെഗറ്റിവിറ്റീസാണ്. പിന്നെ ഒത്തിരി ഫെയിം, അതായത് പേരും പ്രശസ്തിയൊക്കെ ലഭിക്കുന്ന സമയമാണ്. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കഴിവുകൾ, പ്രത്യേക കലാപരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വലിയ കഴിവുകളുണ്ട് എങ്കിൽ അത് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്കൊരു ഭയമൊക്കെ ആണെങ്കിൽ അത് മാറ്റി വെച്ച് നിങ്ങൾ മറ്റുള്ളവരിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കഴിവുകളിൽ നിങ്ങൾക്ക് സ്വയം വിശ്വാസം ഇല്ല എങ്കിൽ മറ്റുള്ളവരത് മനസ്സിലാക്കുകയും ഇത് വലിയൊരു കഴിവാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരികയും ചെയ്യുന്ന സമയമാണ്. മാത്രമല്ല ഇത് ഒത്തിരി പേരിലേക്ക് എത്തുകയും ഒത്തിരി പ്രശംസയും പേരും പ്രശസ്തിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഭാവിയിലേക്ക് അതൊരു ഉപജീവന മാർഗം തന്നെയായിട്ട് മാറാനും ചാൻസസ് ഉണ്ട്. പിന്നെ ഫോൺസ് എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഫാസ്റ്റ് ലേണിംഗ്, നല്ല കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ സമയമാണ്. ഡിസ്ട്രാക്ഷൻസ് ഒന്നും അധികം ഇല്ല, അതുകൊണ്ട് വിദ്യാഭ്യാസ കാര്യത്തിൽ ഒത്തിരി ഉയർച്ചയാണ് കാണിക്കുന്നത്. എക്സാംസ് കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ ഉന്നത വിജയം സാധ്യതയുണ്ട്. പിന്നെ പ്രായമായിട്ടുള്ളവരെ, വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ കൂടുതൽ സമയം വീട്ടിൽ ചിലവഴിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൂടുതൽ പുറത്തേക്കൊക്കെ ഇറങ്ങാനോ അല്ലെങ്കിൽ യാത്രകൾക്ക് പോകാനോ ഈ പറഞ്ഞ പോലെ ലോകം ചുറ്റി കാണാനുള്ള അവസരം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് വെച്ചാൽ എയർ ട്രാവലാണ്. അപ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ വിദേശത്തേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു അവസരവും ആവാം ഇത് സൂചിപ്പിക്കുന്നത്.
ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ, നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുക. അതും നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.